وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്തുൽ ഇസ്റാ 59-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതുവരെയുള്ള ആയത്തുകളിൽ അവസാനമായി പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളെ ഇറക്കിയിട്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾ, ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട് അതിനെ ഇറക്കിക്കൊടുത്ത് പിന്നെയും നിഷേധിക്കുമ്പോൾ അവരെ മുൻഗാമികളിൽ, മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ, നബിമാരിൽ ആ സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭയപ്പെടുത്തുകയാണ്, താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ആയത്തിൽ കഴിഞ്ഞ ആയത്തുകളെ തുടർച്ച എന്നോണം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇദ് ഖുൽനാ ലക ഇന്ന റബ്ബക അഹാത ബിന്നാസ്. വഇദ് ഖുൽനാ ലക, തീർച്ചയായും നാം നിങ്ങളോട്, അഥവാ അള്ളാഹു പറയാണ്, നാം നിങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സന്ദർഭം, ഇന്ന റബ്ബക അഹാത ബിന്നാസ്, തീർച്ചയായിട്ടും നിന്റെ റബ്ബ് ജനങ്ങളെ വലയം ചെയ്തിരിക്കുന്നവനാണ്. മുഹീത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തിന്റെ ഈ ഭാഗം പറയുന്നത് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞിരുന്നു, തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കളവാക്കിയ നബിമാരെ കളവാക്കിയ സമൂഹങ്ങളെ നശിപ്പിച്ചിരുന്നു എന്ന്. അപ്പൊ ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെയെല്ലാം വലയം ചെയ്തവനാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ മുഹീത്ത് എന്ന് പറഞ്ഞത്. മുഹീത്ത് എന്ന് പറഞ്ഞാൽ ചൂഴ്ന്ന് മനസ്സിലാക്കുന്നവൻ, ചൂഴ്ന്ന് അറിയുന്നവൻ, വലയം ചെയ്ത് ഒന്നും നഷ്ടപ്പെടാതെ എല്ലാറ്റിനും അധികാരമുള്ളവൻ എന്നെല്ലാം അർത്ഥം പറയും. അപ്പൊ അഹാത ബിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വലയം ചെയ്തിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ വലയം ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ അറിവുകൊണ്ട്; രണ്ട്, അള്ളാഹുവിന്റെ കഴിവുകൊണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ജനങ്ങളെ അള്ളാഹു വലയം ചെയ്തിട്ടുള്ളത്. അതായത് ഏതൊരു കാര്യവും, ഒരു മനുഷ്യൻ ചെയ്യുന്ന, ഒരു അടിമ ചെയ്യുന്ന ഒരു കാര്യവും വിട്ടുപോകാതെ കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ആ അടിമക്ക് എല്ലാ രീതിയിലും ആ അടിമയുടെ മേലെ കഴിവുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നബിമാരെ കളവാക്കിയപ്പോൾ അവരെ ശിക്ഷിച്ചു, ഇവർക്ക് കുറച്ച് ഇട കൊടുക്കുകയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായിട്ടും നാം താങ്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കളവാക്കുന്ന ആളുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം താങ്കൾക്ക് ഉണ്ടാവും. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം വലയം ചെയ്തിട്ടുള്ളത് അല്ലാഹു തആലയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നബിയെ, താങ്കളെ നാം സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വമാ ജഅൽനാ അർറുയല്ലതി അറൈനാക, നാം ആക്കിയിട്ടില്ല താങ്കൾ കണ്ട ആ കാഴ്ച, ഇല്ലാ ഫിത്നതൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഒരു ഫിത്നയായിക്കൊണ്ടല്ലാതെ, ഒരു പരീക്ഷണമായിക്കൊണ്ടല്ലാതെ. വശജറതൽ മൽഊന, ശപിക്കപ്പെട്ട ആ വൃക്ഷവും, ഫിൽ ഖുർആൻ, ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ആ ശപിക്കപ്പെട്ട വൃക്ഷവും അതുപോലെ താങ്കൾ കണ്ട കാഴ്ചകളും ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ നാം ആക്കിയിട്ടില്ല. വനുഖവ്വിഫുഹും, നാം അവരെ
ഭയപ്പെടുത്തുകയാണ്, താക്കീത് ചെയ്യുകയാണ്. ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറ. പക്ഷേ ഈ ഒരു ഭയപ്പെടുത്തൽ, ഈ ഒരു താക്കീത് ചെയ്യൽ അവരിൽ കൂടുതൽ വളർത്തിയെടുത്തത് ധിക്കാരവും നിഷേധവും. തുഗ്യാൻ എന്ന് പറഞ്ഞാൽ അതിര് കവിയുക എന്ന് പറയും, ധിക്കാരം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. കബീറ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ധിക്കാരമാണ് അവരിൽ ഉണ്ടാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് ഇവിടെ പറയുന്ന വിഷയം? എന്താണ്? വമാ ജഅൽനാ അർറുയല്ലതി അറൈനാക. നാം താങ്കളെ കാണിച്ച കാഴ്ച അത് നാം ആക്കിയിട്ടില്ല ഇല്ല ഫിത്നതൽ ലിന്നാസ്, ജനങ്ങൾക്കൊരു പരീക്ഷണമായി കൊണ്ടല്ലാതെ. ഏതാണ് ആ കാഴ്ച? മുഫസ്സിരീങ്ങൾ 2-3 അഭിപ്രായങ്ങൾ ആ കാഴ്ചയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ആ കാഴ്ച എന്നുള്ളത് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ, ഈ സൂറത്തിന്റെ പേര് പോലെ തന്നെ, ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പരാമർശിച്ചതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകളുണ്ട്. 7 ആകാശത്തിൽ പോയപ്പോൾ അവിടെ കണ്ട പല കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെയാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുജാഹിദ് റഹിമഹുല്ലാ, അങ്ങനെ പലരും ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത് ഈ അർത്ഥത്തിലാണ്. ഇസ്രാ മിഅ്റാജിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ് ഇസ്രാ മിഅ്റാജിൽ കണ്ട കാഴ്ചകൾ? അതൊരു ഫിത്നയായിരുന്നു ജനങ്ങൾക്ക് എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണ് വശജറത്തുൽ മൽഊന, ശപിക്കപ്പെട്ട വൃക്ഷം, അതും ഒരു പരീക്ഷണമാണ്. ഫിൽ ഖുർആൻ, ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. ആ വൃക്ഷം ഏതാണ്? സഖൂം എന്ന് പറയപ്പെട്ടിട്ടുള്ള, ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള നരകത്തിലെ വൃക്ഷത്തെ പറ്റിയാണ് പറയുന്നത്, സഖൂം എന്ന വൃക്ഷത്തെ പറ്റിയിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ ദുനിയാവിൽ പല രീതിയിൽ പരീക്ഷിക്കും. ചിലപ്പോൾ ഖൈർ നൽകിക്കൊണ്ട് പരീക്ഷിക്കും, ചിലപ്പോൾ ഷർറ് നൽകിക്കൊണ്ട് പരീക്ഷിക്കും. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കും ഒരു പരീക്ഷണമുണ്ട്. എന്താണ്? ഈ ദീന് തന്നെ, ഈ ദീന് തന്നെ, ശരീഅത്ത് തന്നെ നമുക്കെല്ലാമുള്ള പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച കാര്യം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഖുദ്സിയായ ഹദീസിൽ, നിന്നെ നിയോഗിച്ചിട്ടുള്ളത്, അഥവാ നബിയെ താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് അവർക്കൊരു പരീക്ഷണമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അനുസരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ദീനിന്റെ നിയമങ്ങളിലും അതുപോലെ തന്നെ ദീനിന്റെ അധ്യാപനങ്ങളിലുമെല്ലാം പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ. അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു ഏത്? ഇസ്രാ മിഅ്റാജ് യാത്ര എന്നുള്ളത്. ഇസ്രാ മിഅ്റാജ് യാത്ര എന്നുള്ളത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര ഏകദേശം മക്കയിൽ ദഅവത്ത് തുടങ്ങിയിട്ട് 10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഇസ്രാ മിഅ്റാജ് യാത്ര സംഭവിക്കുന്നത്. അപ്പോ മക്കയിലെ ദഅവത്ത് ആരംഭിച്ച ആ കാലഘട്ടങ്ങളിൽ അവിടെ ഒരുപാട് മുസ്ലിമുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇസ്രാ മിഅ്റാജ് പോയി വന്ന സന്ദർഭത്തിൽ ഇസ്ലാമിൽ സ്വീകരിച്ച പൊതുവിശ്വാസികളായിട്ടുള്ള പലരും തന്നെ ഇത് നടക്കാത്തൊരു കാര്യമാണ്, ഇപ്പൊ 7 ആകാശത്തിന് മുകളിൽ പോയി അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിൽ പോയി വന്നു, ഇത് നടക്കാത്തൊരു കാര്യമാണ് എന്ന നിലക്ക് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പല ആളുകളും ദീനിൽ നിന്ന് തിരിച്ച് ശിർക്കിലും കുഫറിലും പോവുക തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുശ്രിക്കീങ്ങൾ പലരും കളിയാക്കിയിട്ടുണ്ട്. കാരണം ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ്. അതാണ് ദീനിന്റെ നിയമങ്ങളിലും, ഇതൊരു ഉദാഹരണം പറയാണ്, ദീനിന്റെ നിയമങ്ങളിലും അതുപോലെ തന്നെ ദീനിന്റെ പല അധ്യാപനങ്ങളിലും പലതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലൊരു പരീക്ഷണം വെച്ചിട്ടുണ്ട്. അതാണ് പണ്ഡിതന്മാർ മുഹ്കമാത്തുകളും മുത്തശാബിഹാത്തുകളുമായിട്ടുള്ള ഖുർആനിന്റെ ആയത്തുകളെ പോലും പറഞ്ഞിട്ടുള്ളത്. ഖുർആനിന്റെ ആയത്തുകളിൽ പോലും നമുക്കുള്ള പരീക്ഷണം അല്ലാഹു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അത് നമ്മൾ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലെ ആയത്തിൽ പറയുന്ന 7ാമത്തെ ആയത്തിൽ പറയുന്നത്. അല്ലാഹു തുടങ്ങുന്നതിന് ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാതുൻ മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറ മുതശാബിഹാത്ത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്. ഇതിൽ മുഹ്കമായിട്ടുള്ള, ഒരാൾക്കും സംശയത്തിനിടയില്ലാത്ത, ഏതൊരാൾക്കും സാധാരണക്കാരനും കൃത്യമായി മനസ്സിലാക്കുന്ന ആയത്തുകളുണ്ട്.
അതുപോലെ തന്നെ മുത്തശാബിഹാത്തായിട്ടുള്ള പരസ്പരം സാദൃശ്യം തോന്നുന്ന പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ആയത്തുകളുമുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വെച്ചിട്ടുള്ളത്? എന്തിനാണ് വെച്ചിട്ടുള്ളത്? അല്ലാഹു തആല തുടർന്ന് പറയുന്നുണ്ട്, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഖൽബിൽ വക്രതയുള്ള ആളുകൾ, അല്ലാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുന്നതിൽ വക്രതയുള്ള ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അവർക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യത ലഭിക്കുന്ന എന്നാൽ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആയത്തുകളുടെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും, അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആയത്തുകളിലുമുണ്ട്, ദീനിന്റെ നിയമങ്ങളിലുമുണ്ട്. ദീന്റെ നിയമങ്ങളിലും മുസ്തബിഹാത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. എന്താണ് അവരുടെ ഉദ്ദേശം? ഇബ്തിഗാ അൽ ഫിത്ന വബ്തിഗാ തഅ്വീൽ, കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അതിന്റെ യഥാർത്ഥ അർത്ഥം ആർക്കറിയാം? അല്ലാഹുവിനാണ് അറിയാം, അല്ലാഹുവിനാണ് അറിയാം. അപ്പൊ ഇൽമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താ? അറിവുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താ? വറാസിഖൂന ഫിൽ ഇൽം യഖൂലൂൻ ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ആ ഇൽമിൽ ഉന്നതമായി എത്തിയിട്ടുള്ള ആളുകൾ പറയും, ഇതെല്ലാം ഞങ്ങൾ റബ്ബിൽ നിന്നുള്ള ആയത്തുകളാണ്, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതു, മറ്റേത് വ്യക്തമായ ആയത്തുകൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ദീനിന്റെ വിഷയത്തിൽ വേണം. അത് ഖുർആനിന്റെ വിഷയത്തിൽ വേണം, ഹദീസിന്റെ വിഷയത്തിൽ വേണം, ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളിൽ വേണം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാതൃക. അതാണ് ഇസ്രാ മിഅ്റാജ് പോയി വന്നു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് എവിടെ ഇല്ല, അവിടെ മക്കയിലില്ല, കുറച്ച് ആവശ്യങ്ങളായിട്ട് കുറച്ച് ദൂരെ പോയിരിക്കാം. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് മുശ്രിക്കീങ്ങൾ അബൂജഹലും കൂട്ടരൊക്കെ പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ അതാ പുതിയൊരു വാദമായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ഇതിലും വലുത് വിശ്വസിക്കുന്നവനാണ് ഞാൻ, ഇതിലും വലുത് വിശ്വസിക്കുന്നവനാണ് ഞാൻ, പിന്നെ എന്താണ് എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്? അതൊരു നിലപാടാണ്. അതായത് മുത്തശാബിഹാത്തായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഖുർആനിലോ ദീനിലോ ഹദീസിലോ ഒക്കെ വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിലും വലിയ കാര്യങ്ങൾ ദീനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം, ഒരു സംശയമുള്ള ഒരു കാര്യം വരുമ്പോ ഇതിനേക്കാൾ ഉറപ്പുള്ള ദൃഢതയുള്ള മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, അള്ളാഹുവിന്റെ അസ്തിത്വമുണ്ട്, അള്ളാഹുവിനെ ഞാൻ ആരാധിക്കണം, ഇതെല്ലാം വിശ്വസിക്കുന്നവരാണ് നമ്മള്. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ ഹദീസിൽ ഇതിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ചെറിയ ദീന്റെ നിയമത്തിൽ ഇതെന്താ ഇങ്ങനെ വന്നിട്ടുള്ളത്, അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയ എന്താ അവസ്ഥ? അവർക്കെന്താവും? അവർ കൽബിൽ വക്രതയുള്ളത് കൊണ്ടാണ്. അപ്പൊ പൂർണ്ണമായ കീഴൊതുങ്ങൽ ഉണ്ടാകണം. അതിനുള്ള പരീക്ഷണമായിട്ടാണ് ഈ ഇസ്രാ മിഅ്റാജിലെ കാഴ്ചകൾ കാണിച്ചു തന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ തന്നെ അതിനോട് തുടർച്ചയായിട്ട് പറഞ്ഞു, വശജറത്തുൽ മൽഊനത ഫിൽ ഖുർആൻ, ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മൽഊനത്തായിട്ടുള്ള ശബ്ദിക്കപ്പെട്ടതായിട്ടുള്ള വൃക്ഷം. അതേതാണ് ആ വൃക്ഷം? അത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഷജറത്തുൽ സഖൂം. ഖുർആനിൽ മറ്റു പല സൂറത്തുകളിൽ, സൂറത്തുൽ വാഖയിലും സാഫാത്തിലുമെല്ലാം അള്ളാഹു പരാമർശിച്ചിട്ടുള്ള നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള അതിന്റെ കുലകൾ, അതിന്റെ കായ്കൾ, അത് പിശാചിന്റെ തലകൾ പോലെയുള്ള, അതിൽ നിന്ന് നരകാവകാശികൾക്ക് ഭക്ഷിപ്പിക്കുന്ന ഒരു വൃക്ഷമാണ് സഖൂം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഷജറത്തുൽ സഖൂം, തീർച്ചയായിട്ടും സഖൂം വൃക്ഷം, തുആമുൽ അസീം, പാപികളായിട്ടുള്ള ആളുകളുടെ ഭക്ഷണമാണ്, കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, അത് ഒരു ഉരുകിയ ലോഹം പോലെ ഇരിക്കും, അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അദാലിക ഖൈറുൻ നുസുലൻ അം ഷജറത്തുസ് സഖൂം, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഈ പറഞ്ഞതാണോ നല്ലൊരു സൽക്കാരം, അതല്ല സഖൂം വൃക്ഷമാണോ? ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ, അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ശിക്ഷയായിട്ട് നാം ഒരുക്കിയിട്ടുള്ളതാണ് സഖൂം എന്നുള്ള വൃക്ഷം. ഇന്നഹാ ഷജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു വൃക്ഷമാണ് അത്. ത്വൽഉഹാ കഅന്നഹു റൂസുശ് ശയാത്തീൻ, അതിന്റെ കുലകൾ എന്നുള്ളത് പിശാചുക്കളുടെ തല പോലെ ആ കോലത്തിലായിരിക്കും. ഫഇന്നഹും ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുതൂൻ,
നരകാവകാശികൾ അതിൽ നിന്ന് ഭക്ഷിക്കും. അത് കാരണം അവരുടെ വയറ് തിളച്ചു മറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പല ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വൃക്ഷം അതാണ്. കാരണം ഈ ആയത്ത് പറയുമ്പോ ഷജറത്തു സഖൂമിനെ പറ്റി പറയുമ്പോ അബൂജഹലും മറ്റുമെല്ലാം പറഞ്ഞിരുന്നു, മുഹമ്മദ് ഒരു ആയത്തിൽ എന്ത് പറഞ്ഞു? നരകത്തിൽ കല്ലാണ് കത്തിക്കുക എന്ന് പറഞ്ഞു. കല്ലാണ് കത്തിക്കുക എന്ന് പറഞ്ഞു. ഇപ്പതാ പറയുന്നു നരകത്തിൽ എന്തുണ്ട്? ഒരു വൃക്ഷമുണ്ട് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും വിശ്വസിക്കാനുള്ള മനസ്സ് അവർക്കില്ല. കാരണം അള്ളാഹുവിന്റെ അസ്തിത്വത്തിലോ അള്ളാഹുവിലോ അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ളതിലോ പരലോകത്തിലോ, അള്ളാഹു ഉണ്ടെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്, എന്നാൽ പരലോകത്തിലോ ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങളിലോ പരലോകത്തെ ശിക്ഷകളിലോ രക്ഷകളിലോ പോലുള്ള കാര്യങ്ങളിൽ അവരെന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എന്തു പറഞ്ഞാലും കളവാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ഒരു വൃക്ഷത്തെ പറ്റി പറയുമ്പോൾ അബൂജഹൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അബൂജഹൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഹാതു ലനാ തംറൻ വസുബദൻ, കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെണ്ണയും കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. അതായത് അന്ന് അറബികളിൽ ഉണ്ടായിരുന്ന ഒരു ഭക്ഷണമായിരുന്നു ഈ രണ്ടെണ്ണം കൂട്ടിക്കുഴച്ച് ഭക്ഷിക്കും. ആ ഭക്ഷണത്തിന് അവർ സഖൂം എന്ന് പറയാറുണ്ട്. ഈത്തപ്പഴം എണ്ണയും ഒപ്പം കഴിക്കുന്നതിന് അവർ സഖൂം എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ സഖൂം എന്നുള്ള വൃക്ഷത്തെ പറ്റി പരാമർശിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞു കുറച്ച് വെണ്ണയും ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു. വജഅല യഅകുലു മിൻ ഹാദാ ബിഹാദാ, അങ്ങനെ ഈത്തപ്പഴം വെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അവൻ കഴിച്ചു. എന്നിട്ട് പറഞ്ഞു യഖൂലു തസഖമു, നിങ്ങൾ അതുപോലെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ പറഞ്ഞു. ഫലാ നഅലമു സഖൂം ഗൈറ ഹാദാ, ഇതല്ലാതെ ഒരു സഖൂമും ഞങ്ങൾക്കറിയില്ല. അതായത് കളിയാക്കാണ്. നരകത്തിൽ സഖൂം ഉണ്ട് എന്ന് പറഞ്ഞാല് അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് നരകത്തിലും കിട്ടാൻ പോകുന്നത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ എന്ത് കാര്യം ദീനില് പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നമ്മൾ എങ്ങനെ കീഴൊതുങ്ങുന്നു എന്നുള്ളതാണ്. അത് കീഴൊതുങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. സഹീഹായി വന്നിട്ടുള്ള ഒരു ഹദീസ് സഹീഹാണോ അല്ലയോ എന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ബുദ്ധി ഒരാൾക്ക് ഉപയോഗിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സഹാബി കേട്ടു, അവിടുന്ന് ഒരു താബിഈ കേട്ടു, അവിടുന്ന് ഒരു തബഉ താബിഈ കേട്ടു. അങ്ങനെ ഹദീസ് ഒരു മുഹദ്ദിസ് ഉദ്ധരിച്ചു, അത് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കിതാബിൽ രേഖപ്പെടുത്തിയ ഹദീസ് പിൽക്കാലത്തെ പല പണ്ഡിതന്മാർ ആ ഓരോ റാവിമാരുടെയും ജീവിതം പരിശോധിച്ചിട്ട് ആ റാവിമാർക്ക് ഇന്നാലിന്റെ ഗുണങ്ങളുണ്ട്, സത്യസന്ധരാണ്, കളവ് പറയുന്നവനല്ല, എല്ലാവിധ യോഗ്യതയും ഉണ്ട് എന്ന് അംഗീകരിച്ച് സഹീഹായിട്ടുള്ള ഒരു ഹദീസ് വന്നെത്തിയിട്ട് പിന്നെ ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള വിഷയം അതിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല പറഞ്ഞാല് നിസ്സാരമായൊരു വിഷയമായിരിക്കും. അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അതിനേക്കാൾ വലുതായിട്ടുള്ള അള്ളാഹ് ഏഴാകാശത്തിന് മുകളിലുണ്ട്, അല്ലെങ്കിൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുക. അള്ളാഹ് ഉണ്ട് എന്ന് അവനെങ്ങനെ വിശ്വസിക്കുക? അവന്റെ ബുദ്ധിക്ക് യോജിക്കുക? അള്ളാഹ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കുക? പറ്റൂല. അതായത് മുഹ്കമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മടക്കുക വേണ്ടത്. ഏതൊരു കാര്യം നമ്മുടെ ഉള്ളിൽ സംശയം ഉണ്ടാക്കിയാലും നമ്മളെങ്ങനെ മടക്കേണ്ടത്? അതിലും വലിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അതിലും വലിയ കാര്യങ്ങൾ അള്ളാഹുവിനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിന് പ്രശ്നം? ഇനി മനസ്സിലാകുന്നില്ലെങ്കിലോ ഇൽമുള്ളവർ അത് മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇൽമുള്ളവരോട് ചോദിക്കണം, അറിയണം എന്ന നിലക്ക്. ഇനി നമുക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ വഴി എന്താണ്? തസ്ലീം, അതിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ്. കാരണം മുഹ്കമായ എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ഏതൊരു കാര്യവും നമുക്കുള്ള പരീക്ഷണമാണ്. ശരീഅത്ത് നിയമങ്ങൾ നമുക്കുള്ള പരീക്ഷണമാണ്. അമലുകൾ നമുക്കുള്ള പരീക്ഷണമാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ അംഗീകരിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഈ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ കണ്ട കാഴ്ചകൾ, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഷജറത്തുൽ മൽഊന, ഷജറത്തുൽ സഖൂം, ഇതെല്ലാം ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വനുഖവ്വിഫുഹും, നാം ഇതാ അവരെ ഭയപ്പെടുത്തുകയാണ്. അതായത് ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുകയാണ്. അതായത് നാളെ പരലോകത്ത് നരകമുണ്ട്, ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവർ യഥാർത്ഥ ഈമാനിലേക്കും പാപങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ രീതിയാണ്. ഖുർആനിൽ എന്തുണ്ടാവും? തർഗീബും ഉണ്ടാവും, തർഹീബും ഉണ്ടാവും. തർഗീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ, അതിന്റെ പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിസ്കരിക്കുന്നവർ ഇന്ന പ്രതിഫലം, നോമ്പ് വെൽക്കുന്നവർ ഇന്ന പ്രതിഫലം, അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കും. തർഹീബ് ഉണ്ടാവും. എന്താ? നിസ്കരിച്ചില്ലെങ്കിൽ ഇന്ന ശിക്ഷ ഉണ്ടാവും, നോമ്പ് വെച്ചില്ലെങ്കിൽ ഇന്ന ശിക്ഷ ഉണ്ടാവും, ഇന്ന ചെയ്തില്ലെങ്കിൽ ഇന്ന ശിക്ഷ ഉണ്ടാവും പറഞ്ഞിട്ട് ഭയപ്പെടുത്തുകയും ചെയ്യും. രണ്ടിന്റെ ഉദ്ദേശം എന്താണ്?
അവർ അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ലൊരു അവസ്ഥയിലേക്ക് അവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹു പറയാണ് വനുഖവ്വിഫുഹും, നാം അവരെ ഭയപ്പെടുത്തുകയാണ്, നാം അവരെ താക്കീത് ചെയ്യുകയാണ്. ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറാ. ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് എന്താ വർദ്ധിക്കുന്നുള്ളൂ? അവർക്ക് എന്താണ്? നിഷേധമാണ് വർദ്ധിക്കുന്നത്, ധിക്കാരമാണ് വർദ്ധിക്കുന്നത്. അവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും, അവരതിനെ എതിർത്ത് നിന്നുകൊണ്ടേയിരിക്കും. ആ ഒരു അവസ്ഥയാണ് അവരുണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതുവരെ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറി അടുത്ത 5 ആയത്തുകളിൽ മറ്റൊരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അത് മനുഷ്യന്റെ ആജന്മ ശത്രുവായിട്ടുള്ള, അഥവാ മനുഷ്യൻ എന്ന് തുടങ്ങിയിട്ടുണ്ടോ അന്നു മുതൽ മനുഷ്യന്റെ ശത്രുവായിട്ടുള്ള ഇബ്ലീസിന്റെയും ചരിത്രം, അതുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ അടുത്ത ആയത്തുകളിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് ഖാല അഅസ്ജുദു ലിമൻ ഖലഖത തീനാ. വഇദ് ഖുൽനാ ലിൽ മലായിക, നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഉസ്ജുദൂ ലിആദം, ആദമിന് നീ എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക, ആദമിന് സുജൂദ് ചെയ്യുക. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഖാല അസ്ജുദു ലിമൻ ഖലഖത തീനാ, ഞാൻ സുജൂദ് ചെയ്യുകയോ? മണ്ണ് കൊണ്ട് നീ സൃഷ്ടിച്ചിട്ടുള്ള, കളിമണ്ണ് കൊണ്ട് നീ സൃഷ്ടിച്ചിട്ടുള്ള ഒരാൾക്ക് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന് ഇബ്ലീസ് ചോദിച്ചു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ചരിത്രമാണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പൊ ഇവിടെ അതാണ് സൂചിപ്പിക്കുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അങ്ങനെ മലക്കുകൾക്ക് മുമ്പിൽ കുറെ ഇൽമു നൽകുകയും അങ്ങനെ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഇവിടെ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് എന്നുള്ളത്, ഇബ്ലീസ് ഒഴിവാണെന്ന് പറയുമ്പോൾ ഇബ്ലീസ് മലക്കപ്പെട്ടവനായതുകൊണ്ടാണോ? അല്ല. അറബി ഭാഷയിൽ ഇസ്തിസ്നാഇന്റെ ഒരു നിയമത്തിൽപ്പെട്ടതാണ് മുസ്തസ്ന മിൻഹു. പിന്നെ അതായത് ഏതിൽ നിന്നാണ് ഒഴിവാക്കി പറയുന്നത് അത് അതേ ജിൻസിൽ പെടണമെന്നില്ല. അത് ഇല്ല ഇബ്ലീസ എന്ന് വരാൻ, ആ നെസ്ബ് വരാൻ തന്നെ ഒരു കാരണം അതാണ്. അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ ഈ ആയത്തൊക്കെ മനസ്സിലാക്കിയിട്ട് പറയാറുണ്ട് ഇബ്ലീസ് മലക്കുകളിൽ പെട്ടവരാണ് എന്നുള്ളത്. ഉദാഹരണം നമ്മൾ പറയുകയാണ്, കുട്ടികളും ടീച്ചറും ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മൾ പറയും പിന്നെ ഖറജു മിനൽ ഫസ്ലി ഖറജത്തുല്ലാബു മിനൽ ഫസ്ലി ഇല്ലൽ മുദരിസ്, കുട്ടികളൊക്കെ പോയി മുദരിസ് ഒഴികെ. നമ്മൾ പൊതുവെ പറയും ക്ലാസ്സിൽ എല്ലാവരും പോയി, കുട്ടികളൊക്കെ പോയി, ടീച്ചർ പോയിട്ടില്ല. അത് ഭാഷയിലെ ഒരു ഉപയോഗപ്രദമാണ്. അത് ടീച്ചർ കുട്ടിയായതാണോ അങ്ങനെ പറയുന്നത്? അല്ല. അത് അറബി ഭാഷയിലല്ല, എല്ലാ ഭാഷയിലും ഉപയോഗിക്കുന്ന കാര്യമാണ്. അറബിയിൽ ഒന്നുകൂടിയും ഡീപ്പായിട്ട് അതിന്റെ നിയമങ്ങൾ പറയുന്നു മാത്രം. അപ്പൊ ഇബ്ലീസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഏത് ജിൻസിൽപ്പെട്ടതാണ്? ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ് ഇബ്ലീസ്. ഇബ്ലീസ് എങ്ങനെയാണ് 7 ആകാശത്തിന് മുകളിൽ മലക്കുകളോടൊപ്പം എത്തിയത്? മുഫസ്സിരീങ്ങൾ പല രീതിയിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും സ്വീകാര്യപ്രദമായി മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ജിന്ന് വർഗത്തെ ഇവിടെ അയച്ചിട്ടുണ്ട്. അതിൽ അവർ ഒരുപാട് അക്രമവും ഒരുപാട് കുഴപ്പങ്ങളും ഉണ്ടാക്കിയതിന്റെ ഫലമായി അവരെ നശിപ്പിച്ചപ്പോൾ അതിൽ അള്ളാഹുവിനെ അനുസരിച്ചിരുന്ന ഇബ്ലീസിനെ ആകാശ ലോകത്തേക്ക് കൊണ്ടുവന്നതാണ്. അവിടെ മലക്കുകളോടൊപ്പം ഇബ്ലീസ് എന്ത് ചെയ്തിരുന്നു? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇബ്ലീസ് അവിടെ എത്തുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഇബ്ലീസിന്റെ ഉള്ളിലെ കുഫ്റും ധിക്കാരവുമെല്ലാം. അതുപോലെ തന്നെ മലക്കുകളുടെ ഉള്ളിലെ അനുസരണവും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇത് പുറത്തു കൊണ്ടുവരാനുള്ള അവർക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു ആദം നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യുക എന്നുള്ളത്. അപ്പോ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മലക്കുകൾ എന്താണ്? മലക്കുകൾക്ക് എന്തില്ല? അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു സ്വഭാവമല്ല. എന്താണോ അള്ളാഹു കൽപ്പിക്കുന്നത് അതനുസരിക്കുക. സ്വന്തമായിട്ട് എന്തില്ല? ഇറാദത്ത് കൊടുത്തിട്ടില്ല. അവർ അള്ളാഹു പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്നവരാണ്. അവരെന്ത് ചെയ്തു? അതനുസരിച്ചു. പക്ഷേ ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് അങ്ങനെയല്ല, മുക്കല്ലഫാണ്. അഥവാ നാളെ സ്വർഗത്തിനും നരകത്തിനും അവകാശിയാകുന്ന വിചാരണ ചെയ്യപ്പെടുന്ന വർഗത്തിൽപ്പെട്ട ആളാണ് ആര്? ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ്. അതായത് ആ വർഗത്തിൽ മലക്കുകളിൽപ്പെട്ടതല്ല. ഇബ്ലീസ് എന്ത് ചെയ്തു? നീ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഒരാളെ ഞാൻ സുജൂദ് ചെയ്യുകയോ? കാരണം ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? തീന്റെ നാളം കൊണ്ടാണ്. മറ്റ് ആയത്തുകളിൽ നമുക്ക് കാണാം ഇബ്ലീസ് പറയുന്നത് എന്താണ്? മണ്ണുകൊണ്ട് സൃഷ്ടിച്ച അവനേക്കാൾ ഞാനാണ് ഉത്തമൻ. ഞാൻ എന്തുകൊണ്ടാണ്?
തീനാളം കൊണ്ടാണ്. ഇബ്ലീസാണ് ആദ്യത്തെ ഖിയാസ് ഉണ്ടാക്കിയത് എന്ന് പണ്ഡിതന്മാർ പറയും. അതായത് താരതമ്യം ചെയ്ത് പറയൽ. ഇതിനെ എതിർത്തുകൊണ്ട് പല പണ്ഡിതന്മാരും വിശദമായി എഴുതിയിട്ടുണ്ട്. തീയിന്റെ നാളത്തിനേക്കാൾ ഉപകാരപ്രദമായിട്ടുള്ളത് മണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത ഖിയാസ് തന്നെ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് മാത്രം എന്ത് ചെയ്തു? ധിക്കരിച്ചു എന്നു. എന്നിട്ട് പറഞ്ഞു, ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞ വാക്കുകൾ പറയാണ്, ഖാല അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ. ഇബ്ലീസ് അല്ലാഹുവിനോട് പറയാണ്, അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ, എന്നേക്കാൾ നീ ആദരിച്ചിട്ടുള്ള ഇവൻ ആരാണെന്ന് നീ പറഞ്ഞതായോ? അല്ലാഹുവിനോട് കുഫറിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേയറ്റ വാക്കുകളാ പറയുന്നത്. എന്നേക്കാൾ നീ ആദരിച്ചിട്ടുള്ള ഇവൻ ആരാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരായോ? ഇവൻ എന്താണ് ഇത്ര വലിയ ശ്രേഷ്ഠതയുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലീമാണ്. അല്ലാഹു തആല അവദാനം നൽകുന്നവനാണ്. അല്ലാഹു തആല സമയം നീട്ടിക്കൊടുക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തില്ല? അതിനുള്ള അപ്പോൾ തന്നെ ശിക്ഷ നടപ്പിലാക്കില്ല. അല്ലാഹു തആല ധിക്കരിച്ച ആളുകൾക്ക് അല്ലാഹു സമയം കൊടുക്കാറുണ്ട്. ഫിർഔൻ എന്ത് വലിയ വാദം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അപ്പൊ തന്നെ അള്ളാഹുവിനെ ശിക്ഷിക്കാം. പക്ഷെ അള്ളാഹു സമയം കൊടുത്തിട്ടുണ്ട്. ഏതൊരാൾക്കും അള്ളാഹു സമയം കൊടുക്കുന്നവനാണ്. എന്നിട്ട് ഇബ്ലീസ് വീണ്ടും പറഞ്ഞു, ലൈൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ നീ എനിക്ക് സമയം തരികയാണെങ്കിൽ, നീ എന്നെ പിന്നെ ജീവിപ്പിക്കുകയാണെങ്കിൽ, لأحتنكن ذريته إلا قليلا لأحتنكن ذريته, ഈ ആദമിന്റെ സന്താനങ്ങളെ ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. അഹ്തനിക്കന്ന എന്നുള്ളതിന് യഥാർത്ഥ അർത്ഥം കീഴ്പ്പെടുത്തുക എന്നാണ്. എന്നാൽ മുഫസ്സിരീങ്ങൾ അത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു സയ്യിദ് റഹിമഹുല്ലാ അത് എന്നിവർ ലഉദില്ലന്നഹും, അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുരിയതഹു, അവരുടെ സന്താനങ്ങളെ ഇല്ല ഖലീല, കുറച്ചു പേരൊഴിച്ച് ബാക്കിയുള്ളവരെ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഇബ്ലീസ് പറഞ്ഞു. ഈ ഒരു സംഭാഷണം മറ്റു പല സ്ഥലങ്ങളിലും കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇബ്ലീസിനെ കുറിച്ച് നമുക്ക് എപ്പോഴും നമുക്കൊരു ശത്രു ഉണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ അധികവും സുരക്ഷിതമായ അവസ്ഥയിലാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം, നമ്മൾ മസ്ജിദിലാണ്, അള്ളാഹുവിന്റെ കലാമാണ് കേൾക്കുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്, അതിന്റെ സദസ്സുകളിലാണ് എന്നെല്ലാം നമ്മളൊരു സമാധാനത്തിലായിരിക്കും. എന്നാൽ ഇതെല്ലാം വിട്ട് നമ്മൾ ഒറ്റക്കാകുമ്പോഴും, നമ്മുടെ ഖൽബിൽ നാം ഒറ്റക്കാകുമ്പോഴും, നമ്മെ എങ്ങനെയെങ്കിലും പിഴപ്പിക്കാനായിട്ട് ഏത് സമയത്തും കാത്തു നിൽക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ വാക്ക് പറഞ്ഞിട്ടുള്ള, ഞാൻ പിഴപ്പിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരാള് നമ്മുടെ ശത്രുവായിട്ടുണ്ട് എന്ന് നമുക്ക് എപ്പോഴും ബോധം വേണം. അതെല്ലാ നിലക്കും വരും, അതെല്ലാ നിലക്കും നമ്മോടൊപ്പം ഉണ്ടാകും. അതൊരിക്കലും മറന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ പഴപ്പിക്കും, കുറച്ച് ആളുകളെ മാത്രമേ ഒഴിവാവുള്ളൂ എന്ന് പറഞ്ഞു. അത് മറ്റേ ആയത്തുകൾ പറഞ്ഞ് ലഹുവിയന്നഹും അജ്മഈൻ, അവരെ എല്ലാവരെയും ഞാൻ പഴപ്പിക്കും, ഇഖ്ലാസുള്ള അടിമകൾ ഒഴികെ എന്ന് ഇബ്ലീസ് പോലും പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരൊഴികെ. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയുകയാണ്, ഖാല ഇദ്ഹബ്, നീ പോയിക്കൊള്ളുക, നീ പോയിക്കോ, നിനക്ക് ഒഴിവ് തന്നിട്ടുണ്ട്. അന്ത്യനാൾ വരെ നിനക്ക് ഈ സമൂഹത്തിൽ ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനത്തിൽ നിനക്ക് ഒഴിവ് തന്നിട്ടുണ്ട്. ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മഗ്ഫൂറ, നിന്നെ ഈ സന്താനങ്ങളിൽ നിന്ന് നിന്നെ പിൻപറ്റുന്നവൻ ആരാണോ, ഇബ്ലീസിനെ ആരാണോ പിൻപറ്റുന്നത്, അവർക്കുള്ള പ്രതിഫലം ഫഇന്ന ജഹന്നം, നരകമാണ് ഇബ്ലീസിനും ഇബ്ലീസിനെ പിൻപറ്റുന്ന ആളുകൾക്കുമുള്ളത്. നാളെ പരലോകത്ത് ശിർക്കിലായിക്കൊണ്ടുവരുന്ന ആളുകൾ, ഓരോ സമൂഹം വരും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചിരുന്ന ആളുകൾ, ഉസൈർ നബിനെ ആരാധിച്ചിരുന്ന ആളുകൾ, സൂര്യനെ ആരാധിച്ചിരുന്ന ആളുകൾ, ചന്ദ്രനെ ആരാധിച്ചിരുന്ന ആളുകൾ, അങ്ങനെ ഓരോ വിഗ്രഹങ്ങൾ ആരാധിച്ച ആളുകൾ. ഈ ആളുകളൊക്കെ ഇവരുടെ ആരെയാണോ ആരാധിച്ചിരുന്നത് അവരുടെ കോലത്തിൽ ഓരോ ശൈത്താനാക്കി കൊടുക്കും. ഇപ്പോ ചന്ദ്രന്റെ കോലത്തിൽ ശൈത്താനാക്കി കൊടുക്കും, സൂര്യന്റെ കോലത്തിൽ ശൈത്താനാക്കി കൊടുക്കും. അവരെ പിൻപറ്റിക്കൊണ്ടാണ് എവിടെ പോയി വീഴുക? നരകത്തിലേക്ക് വീഴുക. ആരെയാണോ ആ കൂട്ടർ ആരാധിച്ചിരുന്നത് ആ അവരുടെ ആരാധ്യന്റെ കോലത്തിൽ ഒരു ശൈത്താൻ ആക്കി കൊടുക്കും. ഈസാ നബി അലൈഹി സ്വലാം ആരാധിച്ചിരുന്നവർക്ക് ആ കോലത്തിൽ ഒരു ശൈത്താൻ ആക്കി കൊടുക്കും. എന്നിട്ട് അതിനെ പിൻപറ്റിയിട്ട് അവർ നരകത്തിലേക്ക് വീഴും. അങ്ങനെയാണ് പരലോകത്തുണ്ടാവുക. അപ്പൊ നിന്നെ പിൻപറ്റുന്നവരും നരകത്തിലായിരിക്കും. ജസാഅൻ മഗ്ഫൂറ, പൂർണ്ണമായി യോജിച്ച പ്രതിഫലം അതാണ്.
പൂർണ്ണമായും യോജിച്ച പ്രതിഫലം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര നല്ല രീതിയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ ശത്രുവായി കാണണം, അവൻ നിന്നെ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, നീ അവനെ സൂക്ഷിക്കണം, കൂടുതലായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, നീ ഇളക്കിക്കൊള്ളുക, നീ അവരെ നിന്നിലേക്ക് നീ അവരെ വസ്തഫ്സിസ് എന്ന് പറഞ്ഞാൽ നീ അവരെ ഇളക്കിക്കൊള്ളുക എന്നാണ്. അഥവാ നീ അവരെ എന്താ പറയാ, അവരെ ഉണർത്തിക്കൊള്ളുക. വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് സാധിക്കുന്ന ആളുകളെ നീ നിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി അവരെ ഇളക്കിക്കൊള്ളുക. ഇസ്തഫ്സിസ് ഇളക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം, പിഴപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് ഉദ്ദേശിക്കുന്നവരെ നീ പിഴപ്പിച്ചുകൊള്ളുക. ഇവിടെ എന്താണ് പിശാചിന്റെ ശബ്ദം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ഹുവ അൽ ഗിനാഉ, അത് സംഗീതമാണ്. മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞു, ബില്ലഹ്വി വൽ ഗിനാ, അനാവശ്യമായിട്ടുള്ള വിനോദങ്ങളും സംഗീതവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് പിശാചിന്റെ ശബ്ദം സംഗീതമാണ്. കാരണം ഒരു മനുഷ്യന്റെ ഖൽബിനെ, അതിന്റെ ഇറാദത്ത്, അതിന്റെ ഉദ്ദേശങ്ങൾ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ് സംഗീതം എന്നുള്ളത്. അതായത് ഒരു മനുഷ്യന് അവന് ജീവിത ലക്ഷ്യമുണ്ട്, അവന് ജീവിതത്തിലേക്ക് എത്തിച്ചേരേണ്ട ഒരു ഉദ്ദേശമുണ്ട്, അവന് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തെ തെറ്റിച്ച് കളയുന്ന ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞത് ഖൽബിന്റെ വ്യഭിചാരമാണ് സംഗീതം. ഖൽബിന്റെ വ്യഭിചാരമാണ് സംഗീതം. ഖൽബിന്, ഒരു മനുഷ്യന്റെ നോർമൽ ബുദ്ധിയെ നശിപ്പിച്ചു കളയും, അവന്റെ ചിന്തകളെ നശിപ്പിച്ചു കളയും, അവന്റെ വൈകാരികതയെ ഇളക്കിവിടും, അവന്റെ ദേഹേച്ഛകളെ ഇളക്കിവിടും, അവന്റെ ശഹ്വത്തുകളെ പിടിച്ചു നിർത്താനോ അള്ളാഹുവിനെ അനുസരിക്കാനോ സാധിക്കാത്ത രീതിയിൽ അവന്റെ ഖൽബിനെ മാറ്റിക്കളയും. ഖുർആനിന്റെ ആസ്വാദനങ്ങൾ അവന് തടയപ്പെടും. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. വലിയ അപകടമാണ്. പണ്ഡിതന്മാർ വലിയ കിതാബുകൾ ഈ സംഗീതത്തിന്റെ അപകടത്തെ പറ്റി ഏത് കാലത്ത്, അന്ന് 600-700 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. 600-700 വർഷം മുമ്പുള്ള പണ്ഡിതന്മാർ സംഗീതത്തിന്റെ ഗൗരവത്തെ പറ്റിയിട്ട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് സംഗീതം വളരെ വിപുലമായിട്ടുണ്ട്. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം പിശാചിന് അടിമപ്പെട്ടു പോകുന്ന കാര്യമാണ് സംഗീതം. ഒരാൾ സംഗീതത്തിന് അടിമയായി എന്ന് പറഞ്ഞാൽ പിശാചിന് അടിമയായി എന്നുള്ളതാണ്. കാരണം അവന്റെ എല്ലാ പൈശാചികതയും പുറത്തു വരും. കുറച്ചു മുമ്പ് ഒരു ഇംഗ്ലീഷ് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചൊരു ഇന്റർവ്യൂ കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ക്ലബ്ബ് നടത്തുന്ന ആളായിരുന്നു. രാത്രികളിൽ സംഗീതം വെച്ച് ലഹരിയിലും നൃത്തം ആടുന്ന ഒരു ക്ലബ്ബ് നടത്തുന്ന ആളായിരുന്നു. അതിന് ഒരു ദിവസം സംഗീതം വെച്ച് അതിന്റെ മൂർധന്യാവസ്ഥയിൽ തുടർച്ചയായി വെച്ച് അതുപോലെയുള്ള ഗാനങ്ങൾ വെച്ച് ആളുകളെല്ലാം പൈശാചികമായ രീതിയിൽ മാറുന്ന, സംഗീതം തുടർച്ചയായിട്ട് മണിക്കൂറുകളോളം കേട്ടിട്ട് പൈശാചികമായ പ്രവർത്തനത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം കാഫിറായിരുന്ന കാലത്ത്. എന്നിട്ട് അതിന്റെ അപകടം മനസ്സിലായിട്ട് ഞങ്ങൾ അവിടെ ആ സംഗീതം നിർത്തുകയുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത്ര മനുഷ്യന്റെ എല്ലാവിധ ഇച്ഛകളെയും പഴപ്പിച്ച് കളയുന്ന കാര്യമാണ് സംഗീതം എന്നുള്ളത്. അപ്പൊ പൈശാചികമായിട്ടുള്ള ശബ്ദം സംഗീതമാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ദാഇൻ ദആ ഇലാ മഅസിയത്തില്ലാഹ്, ആരൊക്കെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ ക്ഷണിക്കുന്നുണ്ടോ അതെല്ലാം ഈ പിശാചിന്റെ ശബ്ദത്തിൽ പെട്ടതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജിലിക, നീ ഒരുക്കിക്കൊള്ളുക നിന്റെ കുതിരപ്പട്ടാളത്തെയും നിന്റെ കാൽനടയായിട്ടുള്ള പട്ടാളത്തെയും. അതായത് യുദ്ധത്തിന് പോകുമ്പോൾ സൈന്യം രണ്ട് രീതിയിലുണ്ടാവുക. ഒന്ന് കുതിരയുടെ മേലെയുള്ള ഒരു സൈന്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മേലെ സൈന്യം ഉണ്ടാവും, കാൽനടയായിട്ടുള്ള സൈന്യം ഉണ്ടാവും. അപ്പോ നീ മനുഷ്യർക്ക് നേരെ, ആദമിന്റെ സന്തതികൾക്ക് നേരെ ഈ രണ്ട് രീതിയിലുള്ള സൈന്യവും നീ ഒരുക്കിക്കൊള്ളുക. അവർക്ക് നേരെ നീ ഒരുക്കിക്കോ. അതായത് എല്ലാ രീതിയിലും അവർക്കെതിരെ എന്തെല്ലാം നിനക്ക് സാധിക്കുമോ ആ രീതിയിലെല്ലാം നീ ഒരുക്കിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വശാരിഖ്ഹും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലും നീ അവരോട് പങ്കുചേർന്നുകൊള്ളുക. എന്താണ് അതിന്റെ ഉദ്ദേശം? സമ്പത്തിലും സന്താനത്തിലും നീ അവരോട് പങ്കുചേർന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു മനുഷ്യനെ ദുനിയാവിൽ ഏറ്റവും അധികം തെറ്റിക്കുന്ന, അവന്റെ ജീവിത ലക്ഷ്യം തന്നെ പിഴപ്പിച്ച് കളയുന്ന, തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ടെണ്ണം. ഒന്ന് സമ്പത്ത്, രണ്ട് സന്താനം. കാരണം സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി അവൻ ചിലപ്പോൾ ഹലാലും ഹറാമും നോക്കൂല, അവൻ ചെലവഴിക്കുന്നിടത്ത് ശ്രദ്ധിക്കൂല. അതുപോലെ മക്കൾക്ക് വേണ്ടി, മക്കളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ അവൻ എന്ത് ഹറാമിലേക്ക് മുഴുകുന്ന അവസ്ഥയും പല ആളുകളുണ്ടാവും. ഈ രണ്ടെണ്ണത്തിനോട് വീണ് പോയാൽ ഇത് രണ്ടെണ്ണം ആവശ്യമാണ്. പക്ഷെ ഈ രണ്ടെണ്ണത്തിൽ ഒരാൾ വീണ് പോയി കഴിഞ്ഞാൽ അവൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പൊ ഇവിടെ പറയാണ്, ഈ സമ്പത്തിലും സന്താനങ്ങളിലും അവരോട് പങ്കുചേരുക എന്നുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഒന്ന് ഉദ്ദേശം സമ്പത്തിൽ പങ്കുചേരുക എന്നുള്ളത് കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റഹിമഹുല്ലാഹ് എന്നിവർ പറഞ്ഞു, ഹുവ മാ അമറഹും ബിഹി മിൻ ഇൻഫാഖിൽ അംവാലി ഫീ മആസില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊള്ളുക. വൽ ഔലാദ് കൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔലാദ് സിന, വ്യഭിചാരത്തിന്റെ സന്താനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുക, അഥവാ വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുക എന്ന് കാണാം. അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മക്കളുടെ വിഷയത്തിൽ സമ്പത്ത് നേടുന്നതിലും സമ്പത്ത് ചെലവഴിക്കുന്നതിലും അവരെ ഇച്ഛകൾ വർദ്ധിപ്പിച്ച് ഹറാമിലേക്ക് നയിക്കുക. അതുപോലെ മക്കൾക്ക് വേണ്ടി പല തിന്മകളിൽ മുഴുകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മക്കളെ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മജൂസിയായിട്ടും നസ്രാനിയായിട്ടും ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കാതെ അവരെ പിഴച്ച രീതിയിൽ വളർത്താൻ വേണ്ടി നീ അവരോടൊപ്പം ചേർന്നുകൊള്ളുക. അപ്പൊ അങ്ങനെയെല്ലാം ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ സമ്പത്ത്, സന്താനം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമുക്കെന്താണ്, വലിയ പരീക്ഷണങ്ങളാണ്. പല ആയത്തുകളിൽ ധാരാളം തവണ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങൾ എന്ത് തെറ്റിക്കരുത്, സമ്പത്തും സന്താനങ്ങളും തെറ്റിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം അത് വലിയൊരു പരീക്ഷണമാണ്. അപ്പൊ അതിലെല്ലാം പിശാചിനോട് നീ അവരോടൊപ്പം ചേർന്നുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഅയ്ദുഹും, നീ അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊള്ളുക. വാഗ്ദാനങ്ങൾ കൊടുത്തുകൊള്ളുക. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് അവൻ കള്ള വാഗ്ദാനങ്ങൾ നൽകും. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കള്ള വാഗ്ദാനങ്ങൾ നൽകും. ഒരു തിന്മ ചെയ്യുന്നതിൽ പോലും, ഒരു തിന്മ ചെയ്യാൻ ഒരുത്തൻ എല്ലാ സാഹചര്യം ഒത്ത് അവനതിൽ പിന്മാറാൻ വേണ്ടി തീരുമാനിച്ചാൽ അവനോട് പിശാച് പറയും, നീ എന്തിനോ പിന്മാറുന്നത്, നീ തൗബ ചെയ്യാലോ, എനിക്ക് തൗബയുടെ അവസരം ഉണ്ടല്ലോ, തൗബ ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കും, അപ്പൊ ഇത് ചെയ്താളെ എന്ന് പറഞ്ഞ് അവനെ പ്രേരിപ്പിക്കും. ഇനി അത്രയും ശ്രമിച്ചാൽ പോലും വേറെ എന്തെങ്കിലും പറഞ്ഞ് പ്രേരിപ്പിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വാഗ്ദാനം നൽകുന്നവനാണ് ആര്? പിശാച്. എന്നിട്ട് അള്ളാഹു പറയാണ്, വമാ യഇദുഹുമുശ് ശൈത്താൻ ഇല്ലാ ഗുറൂറാ, പിശാച് വാഗ്ദാനം നൽകുന്നത് ഗുറൂറാണ്, വഞ്ചനയും കബളിപ്പിക്കലും മാത്രമാണ്. അതാണ് പിശാചിന്റെ വാഗ്ദാനം. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൽ നാളെ പരലോകത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. പിശാചിന്റെ വാഗ്ദാനത്തിന്റെ അവസ്ഥ പറയാ. പരലോകത്ത് ആളുകൾ വിചാരണ കഴിഞ്ഞ് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും രണ്ട് കൂട്ടരായിട്ട് പോകും. അങ്ങനെ നരകത്തിലേക്ക് ആളുകൾ പോകുന്ന സന്ദർഭത്തിൽ ഇബ്ലീസ് അവിടെ നിൽക്കും. ഇബ്ലീസിന്റെ ഖുത്ബ എന്ന ഈ ആയത്തിനെ പറയാറ്. ഇബ്ലീസ് അവിടെ നിൽക്കും. എന്നിട്ട് പറയും, വഖാല ശൈത്താൻ പറയും, ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളൊരു വാഗ്ദാനം ചെയ്തു, ഹഖായിട്ടുള്ള വാഗ്ദാനം, സത്യമായിട്ടുള്ള വാഗ്ദാനം, വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകി, അത് ഞാൻ അത് ഒഴിവാകുന്നു. ഇതാണ് ശൈത്താന്റെ വാഗ്ദാനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അത് സംഭവിക്കും. പിശാച് നൽകുന്ന വാഗ്ദാനങ്ങൾ അത് അവൻ പിൻവാങ്ങുന്ന, അവൻ നമ്മളെ കബളിപ്പിക്കുന്നതാണ്. എന്നിട്ട് പറയും, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിന്റെ മേലെ എനിക്കൊരു അധികാരം ഉണ്ടായിട്ടില്ല. പിശാച് നാളെ പറയുന്ന ഏറ്റവും വലിയ വാക്കാണ്. എല്ലാവരും നാളെ കുറ്റം പറയാതെ ശൈത്താനെ പറയും, അവനാണ് എന്നെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ സ്വന്തം പാനിമാനും പറയും, എന്റെ അപ്പയാണ് ഇങ്ങനെ ആക്കിയത്, എന്റെ അമ്മയാണ് ഇങ്ങനെ ആക്കിയത്, ഇവനാണ് എന്നെ എങ്ങനെ ആക്കിയത്. പരസ്പരം എല്ലാവരും കുറ്റം പറയുന്നതാ. ശൈത്താൻ പറയാണ്, നിന്റെ മേലെ എനിക്കൊരു അധികാരം അല്ലാഹു തന്നിട്ടില്ല. ഇല്ല അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ, ഞാൻ നിന്നെ ക്ഷണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിന്നോട് പറഞ്ഞുതരെ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ അത് സ്വീകരിച്ചതാണ്. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, നീ എന്നെ ആക്ഷേപിക്കണ്ട, നീ നിന്നെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ആളുകളെ പറഞ്ഞേക്കുമ്പോൾ ഇബ്ലീസ് പറയുന്ന വാക്കുകളാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ദൃഢമായി വിശ്വസിക്കുക. അതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞതാണ്, എന്റെ അടിമകളുടെ മേലെ നിനക്കൊരു അധികാരവുമില്ല.
വകഫാ ബിറബ്ബിക വകീല, നിനക്ക് എന്ത് മതി? നിന്റെ റബ്ബ് തന്നെ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരാളായിട്ട് നിന്റെ റബ്ബ് തന്നെ മതിയായവനാണ്. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വാക്കാണ്. അതായത് പിശാച് എല്ലാ രീതിയിലും, എല്ലാ സൈന്യവും, എല്ലാ ശബ്ദവും, എല്ലാ രീതിയിലും മനുഷ്യനെ പഴപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അള്ളാഹു പറയാണ് പിശാചിനോട്, ഇന്ന ഇബാദി, എന്റെ അടിമകൾ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേലെ നിനക്കെന്തില്ല? ഒരു അധികാരമില്ല. അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ആരാധിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന, ഒഴിവാക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല അടിമകൾക്ക് അള്ളാഹു മതിയായവനാണ്. വകഫാ ബിറബ്ബിക വകീല, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹു മതിയായവനാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ എത്രത്തോളം നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കുന്നുവോ, അള്ളാഹുവിനെ ആശ്രയിക്കാൻ സാധിക്കുന്നുവോ, അത്രത്തോളം നമ്മൾ ഇബ്ലീസിൽ നിന്ന് സുരക്ഷിതനായിരിക്കും. ഇബ്ലീസിൽ നിന്ന് നമ്മൾ സുരക്ഷിതനായിരിക്കും. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനാണത്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നോ, ഇബ്ലീസിന് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു രീതിയിലും നമ്മെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കാൻ സാധിക്കില്ല. എപ്പോഴും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ഇഖ്ലാസോടുകൂടിയുള്ള അടിമകളാണെങ്കിൽ. അപ്പൊ ഈ ആയത്തുകളിൽ പറയുന്ന വിഷയം, ഇബ്ലീസ് നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിയിട്ടുള്ള നമ്മുടെ ശത്രുവാണ്. അത് ഒരിക്കലും മറക്കരുത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഉപമ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തുക. ഒരു ഇറച്ചി പൊതിയുമായിട്ട് പോകുന്ന ഒരാളുടെ ചുറ്റും നായ പോകുന്നത് പോലെയാണ് ശരിക്കും ഇബ്ലീസ്. ഇറച്ചി പൊതി എന്നുള്ളത് അവന്റെ ദീന, നായ എന്നുള്ളത് എന്തിനാ അവനെ ചുറ്റി നടക്കുന്നത്? എന്തിനാ? ഇവനൊന്ന് അശ്രദ്ധയിലായാൽ എന്തുണ്ടാകും? ആ ഇറച്ചിപ്പൊതി എടുത്തോണ്ട് പോകും. ഇപ്പൊ ബൈക്കിൽ നമ്മൾ പോവാണ്, ബൈക്കിൽ നമ്മൾ മീന ഇറച്ചിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് വെക്കുക. അപ്പൊ നമ്മളൊന്ന് തിരിഞ്ഞ് അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നായ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊന്ന് അശ്രദ്ധമാകുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ആളാണ് ആര്? പിശാചി എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ദീന് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആ അശ്രദ്ധ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾ നമ്മളെ തെറ്റിക്കും, നമ്മുടെ സമ്പത്ത് നമ്മളെ തെറ്റിക്കും, അതുപോലെ തന്നെ പല ദേഹേച്ഛകൾ നമ്മെ തെറ്റിക്കും, പിശാചിന്റെ എല്ലാവിധ സൈന്യങ്ങളും നമ്മെ തെറ്റിക്കാനായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് വിചാരിക്കരുത്, മറന്നു പോകരുത്. നമുക്കൊരു ശത്രു ഉണ്ട് എന്നുള്ള ബോധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ദീനിനെ ആ രീതിയിൽ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മോട് ഒരു കാരുണ്യം പോലും കാണിക്കാത്ത, ഒരംശം പോലും കാരുണ്യം കാണിക്കാത്ത ഒരു ശത്രു നമുക്കുണ്ട്. ആ ശത്രു ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണത്. പക്ഷേ അള്ളാഹു അവസാനം പറഞ്ഞു, അള്ളാഹുൽ വരമേൽപ്പിക്കുന്ന, അള്ളാഹുൽ ആശ്രയിക്കുന്ന അടിമകൾ, അതുപോലെ തന്നെ അടിമകളുടെ മേലെ പൂർണ്ണമായ ഒരു അധികാരവും ഇബ്ലീസിന് അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മുടെ ഖൽബിൽ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ബലമേൽപ്പിച്ച് അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുക. ഇബ്ലീസിന്റെ, പിശാചിന്റെ ഷർറുകളിൽ നിന്ന് എന്തെല്ലാം രീതിയിലാണോ രക്ഷ തേടേണ്ടത് ആ രീതിയിലെല്ലാം അള്ളാഹുവിനോട് രക്ഷ തേടുക. പിശാചിനിൽ നിന്ന് ഏറ്റവും വലിയ സംരക്ഷണമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ഖുർആൻ പാരായണം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അതെപ്പോഴും നിലനിർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.